യെസ് ഗൈസ്, നമ്മുടെ കീമിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ട്രയൽ അലോട്ട്മെന്റും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ അലോട്ട്മെന്റും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജൂലൈ 7 12 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓപ്ഷൻ പ്രകാരം ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ CE പോർട്ടലിലേക്ക് കയറിയിട്ട് നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മുടെ കാൻഡിഡേറ്റ് ID ലോഗിൻ ചെയ്തതിനു ശേഷം അവിടെ നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ കാണാൻ പറ്റും. ആ അലോട്ട്മെന്റ് മെമ്മോയിൽ ആ അലോട്ട്മെന്റ് നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിരിക്കണം. അതിൽ നമുക്ക് നമ്മുടെ നെയിം, റോൾ നമ്പർ, കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ്, കാറ്റഗറി ഏതാണ്, ഫീ എത്രത്തോളം അടയ്ക്കേണ്ടതുണ്ട് എന്നൊക്കെ അതിലുണ്ടാവും. സോ ഇത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ജൂലൈ 9 അതായത് ഇന്ന് മുതൽ ജൂലൈ 12 4 PM വരെയാണ് ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ അതിന് മുമ്പ് നിങ്ങൾ ഫീസ് അടക്കുക. ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 9ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു 11ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതിന് മുകളിലേക്കുള്ള എല്ലാ ഓപ്ഷനും അതോടുകൂടെ പോകും എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത അലോട്ട്മെന്റുകൾ, അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഫീ അടച്ചിരിക്കൽ നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പോവുക. എഞ്ചിനീയറിംഗും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലാതെ ഫാർമസിയോ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകളോ മറ്റോ CE വഴി മുഖേന അലോട്ട്മെന്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പോവില്ല. ദെൻ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീ ഒക്കെ അടച്ച് 12ാം തീയതിക്ക് മുമ്പ് ഫീ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ ഓപ്ഷൻസ് കൺഫേം ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ട് വരുന്നതായിരിക്കും. ഇനിയുള്ള പ്രൊസീജിയറുകളാണ് പറയാൻ പോകുന്നത്. ദെൻ തേർഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനി സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിന് പുതിയതായിട്ടൊരു രജിസ്ട്രേഷൻ, ആ ഒരു രീതിയിലായിരിക്കും തേർഡ് വരുന്നുണ്ടാവുക. ദെൻ അടുത്തത് റിപ്പോർട്ടിംഗ് ഓഫ് കോളേജ്. കോളേജിൽ നമ്മളിപ്പോൾ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, നമ്മൾ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഫീസിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് അലോട്ട്മെന്റ് മെമ്മോയിൽ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നോർമലി ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ അതിൽ 200 ഓൾറെഡി നിങ്ങൾ ടോക്കൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും CEക്ക്, പ്ലസ് ഒരു 8,000 കൂടെ നിങ്ങൾ CEക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ 10,000 ബാക്കി റിമൈനിങ് എന്തായിരിക്കും കോളേജിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. സോ ഇതുപോലുള്ള കീം അപ്ഡേറ്റ്സുകൾക്കായിരിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.